ഷമേ, മലയാളത്തിലെ രണ്ട് ബിഗ് എമ്മുകൾ മോഹൻലാലും മമ്മൂട്ടിയും. ഇപ്പൊ എം എന്നൊക്കെ പറഞ്ഞാൽ MDMA ആണ്. പിള്ളേര് നിന്നെ വിളിക്കും ബിഗ് എം ഇവിടെ കിട്ടുമെന്ന്. ബിഗ് എം ഇവിടെ കിട്ടും ചേട്ടാ എന്ന് പറഞ്ഞു. ബിഗ് ബി എന്നൊക്കെ പറയുന്നത് പോലെ ബിഗ് എം മോഹൻലാലും മമ്മൂട്ടിയും. ആ രണ്ട് ബിഗ് എമ്മുകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം ഒന്നിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് ഞാൻ ചോദിക്കട്ടെ, മോഹൻലാലാണോ മമ്മൂട്ടിയാണോ മികച്ച നടൻ? നിഷ്പക്ഷമായിട്ട് പറയും. എനിക്ക് ലാലേട്ടനെയാണ് ഇഷ്ടം. നിഷ്പക്ഷമായിട്ടാണ് പറയുന്നത്. കാരണം എനിക്ക് അദ്ദേഹത്തിന്റെ അഭിനയം മമ്മൂട്ടിയേക്കാൾ കുറച്ചുകൂടി മികച്ചതാണെന്ന് പലപ്പോഴും. മമ്മൂട്ടിയുടെ ഭാവാഭിനയത്തെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? എന്നിരുന്നാലും നല്ല അഭിനയമൊക്കെ തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിനോട് അതെന്തൊരു വർത്താനം. അല്ല, ഇദ്ദേഹത്തോട് ബാലൻസ് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിനോട് ബാലൻസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ മോഹൻലാലിന്റെ നമ്പർ 1 ആണ് മോഹൻലാൽ. ആയിക്കോട്ടെ, മോഹൻലാലിന്റെ മറ്റേ മുഖം കോടിപ്പോയി ബോട്ടോക്സിന്റെ അതിനുശേഷം മോഹൻലാലിന്റെ അഭിനയം നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ലല്ലോ. ഇല്ല. ഇനി അത് തിരിച്ചു വരില്ലേ? വരും. എപ്പോഴും ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയല്ലേ. ലാലേട്ടൻ തിരിച്ചു വരും. പ്രതീക്ഷയോടെ ഇരുന്നാൽ മതി. അതേസമയം മമ്മൂട്ടി ഇപ്പുറത്ത് അടിച്ചു കയറിക്കൊണ്ടിരിക്കുകയല്ലോ. മമ്മൂക്ക് ചെയ്യുന്ന കഥാപാത്രങ്ങളൊക്കെ കണ്ടല്ലോ. മമ്മൂക്ക് ചെയ്യുന്ന കഥാപാത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ കഥാപാത്രങ്ങളാണ്. മോഹൻലാലിനെ അന്നും ഇന്നും ലൂസിഫറിന് ശേഷം നല്ലൊരു കണ്ടിട്ടില്ല. ദൃശ്യത്തിന് ശേഷം കണ്ടിട്ടില്ല. ലൂസിഫർ അല്ല, ദൃശ്യം, ആറാട്ട്, മറ്റേ പടങ്ങളൊക്കെ ഉണ്ടല്ലോ, മോൺസ്റ്റർ, എന്ത് സിനിമകളാണ് ഇതൊക്കെ. പിന്നെ ഇപ്പൊ ഇവിടെ മരക്കാറ്, അതൊക്കെ വളരെ മോശപ്പെട്ട ഒരു സിനിമകളാണ്. പക്ഷേ സമയം മമ്മൂട്ടി അപ്പുറത്ത് ചെയ്യുന്ന കഥാപാത്രങ്ങൾ, ആ ബ്രഹ്മയുഗമൊക്കെ എന്തൊരു പടമായിരുന്നു. കണ്ടായിരുന്നു ബ്രഹ്മയുഗം? ഇഷ്ടപ്പെട്ടോ? എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട് കാണില്ല. ഒരു മമ്മൂട്ടി വിരോധിയാണല്ലോ. അയ്യോ, അങ്ങനെയുള്ളവർക്ക് അത് ഇഷ്ടപ്പെടില്ല. ഞാൻ മമ്മൂട്ടി ഫാനും അല്ല, മമ്മൂട്ടി വിരോധിയല്ല. ഞാനൊരു നിഷ്പക്ഷമായിട്ട് കാണുന്നുണ്ട്. പക്ഷെ മോഹൻലാലിന്റെ ഈ ഇപ്പോഴത്തെ കരിയർ ഗ്രാഫ് വെച്ച് നോക്കുകയാണെങ്കിൽ മോഹൻലാൽ ഒട്ടും കൊള്ളത്തില്ല. വളരെ മോശമാണ് മോഹൻലാൽ. തിരിച്ചു വരും, അദ്ദേഹം തിരിച്ചു വരണം. കാരണം മോഹൻലാലിനോളം ഈസി ആയിട്ട് തിരിച്ചു വരാൻ കഴിവുള്ള ഒരു വ്യക്തി മലയാള സിനിമയിൽ ഇന്നില്ല. എത്ര താഴെ പോയാലും അത് ഒരു വൻ വൃക്ഷമാണ്. പക്ഷെ മോഹൻലാലിന്റെ അഭിനയത്തെ കുറിച്ച് നമ്മൾ പഴയ മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ അഭിനയത്തെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് മോഹൻലാലിന്റെ അഭിനയമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അഭിനയം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്നറിയോ? കമലദളം. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മോഹൻലാലിന്റെ സിനിമ. ഞാൻ വീണ്ടും ഇരുന്ന് യൂട്യൂബ് എടുത്ത് വെച്ച് കാണും. അത് ശരി. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അതിലെ സീനുകളൊക്കെ എടുത്ത് വെച്ചിങ്ങനെ നോക്കും. ആണോ? എത്ര വട്ടം കണ്ടു ആ പടം? എത്ര വട്ടം എനിക്കറിയില്ല. നമ്മുടെ ഈ ഭാർഗവ ചരിതം 3-ാം ഖണ്ഡം എന്ന് പറഞ്ഞ സിനിമയുണ്ട്. ഇതിൽ മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂട്ടി ഡോണാണ്. ഇയാൾ സൈക്കാട്രിസ്റ്റാണ്, ശ്രീനിവാസൻ. അപ്പൊ മമ്മൂട്ടിക്ക് എന്തെങ്കിലും പതർച്ച ഉണ്ടാകുമ്പോൾ ഭാഷ സിനിമ എടുത്തിട്ട് കാണും. അപ്പോൾ ഇപ്പൊ ഭാഷ കണ്ടിട്ട് മമ്മൂട്ടിക്ക് ആ പതർച്ച മാറുന്നില്ല. അപ്പൊ ഇയാളുടെ അടുത്ത് പറയും, ഭാഷാ സിനിമ ഞാൻ 3 വട്ടം കണ്ടു നോക്കി. അപ്പോൾ ഉടനെ ശ്രീനിവാസൻ പറയും, 3 വട്ടം കാണാൻ എന്ത് മാങ്ങാത്തൊലിയാടോ പടത്തിനകത്തിരിക്കുന്നത് ചോദിക്കുന്നത് പോലെ ഇത്രയും വട്ടം കാണാൻ. കമലദളം, ഞാൻ ഈ ട്രാജിക് സിനിമകളൊന്നും എനിക്ക് അങ്ങനെ കാണാനായിട്ട് എനിക്ക് ഭയങ്കര താല്പര്യം. കമലദളത്തിൽ ആ സീനുണ്ടല്ലോ, അതെനിക്ക് കണ്ടിരിക്കാൻ പറ്റത്തില്ല. മറ്റേ പാർവതി തീ കൊളുത്തി മരിക്കുന്ന സീനുണ്ടല്ലോ, അതെനിക്ക് കണ്ടിരിക്കാൻ പറ്റത്തില്ല. അത് മോഹൻലാൽ പക്ക പുരുഷന്മാര് ചുമ്മാ നമുക്ക് ദേഷ്യം വരുമ്പോൾ അപ്പോഴത്തെ ദേഷ്യത്തിന് വേണ്ടി നീ പോയി ചാവെന്ന് പറയും, ഉടനെ പോയി തീർത്ത് കൊടുത്തിരിക്കുക. എന്തൊരു ടോക്സിക് ആണ് ഇല്ലേ? ഈ കാലത്തൊക്കെ ആണെങ്കിൽ മൈത്രേനെയൊക്കെ ഊക്കി വിട്ടേനെ, ചാവുന്നതാണല്ലോ ഇല്ലേ? പണ്ടത്തെ കാലത്ത് അതൊക്കെ അതിഭീകരമായിട്ടുള്ള എന്താണ് പരിശുദ്ധ പ്രണയമൊക്കെ ആയിട്ടാണ്. പക്ഷെ നമ്മുടെ കാലം മാറിപ്പോയല്ലോ. ഈ കാലത്തൊക്കെ ആണെങ്കിൽ അതല്ല. പിന്നെ മമ്മൂട്ടി മോഹൻലാലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മോഹൻലാലിന്റെ അഭിനയം ബോൺ ആക്ടറാണ്, രക്ഷയില്ല. മമ്മൂട്ടി ഡസൻ സ്റ്റാൻഡ് എ ചാൻസ് മോഹൻലാലിന്റെ മുമ്പിൽ. സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. മമ്മൂട്ടി മോഹൻലാലിന്റെ മുമ്പിൽ, മോഹൻലാലിന്റെ ഫ്ലെക്സിബിലിറ്റി മുമ്പിൽ, മോഹൻലാലിന്റെ അഭിനയത്തിന് മുമ്പിൽ മമ്മൂട്ടി സ്റ്റാൻഡ് ചെയ്യില്ല. പല സിനിമാ സംവിധായകന്മാരും പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയുടെ അഭിനയം നമുക്ക് ഏറെക്കുറെ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു മോഹൻലാലിന്റെ അഭിനയം, മോഹൻലാൽ എന്ത് ചെയ്യുന്നു എന്ന് കാണുമ്പോൾ മാത്രമേ നമുക്ക് അത്ഭുതത്തോടു കൂടി അത് നോക്കി നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പല സംവിധായകനും പറയുന്ന നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഈ ഇടയ്ക്ക് ജിത്തു ജോസഫിന്റെ ഒരു സംഭവം ഞാൻ കണ്ടത്, ദൃശ്യം സിനിമയിൽ മോഹൻലാൽ കൊടുത്തൊരു റിയാക്ഷനാണ്. മോഹൻലാൽ, അതായത് റാണിയുടെ അടുത്ത് പോലീസ് ആദ്യമായിട്ട് വരികയാണ്. അങ്ങനെ റാണിയുടെ അടുത്ത് പോലീസ് ആദ്യമായിട്ട് വരുമ്പോൾ റാണിയുടെ വായിൽ നിന്ന് അബദ്ധങ്ങൾ എന്തെങ്കിലും ചാടും എന്ന് കൃത്യമായിട്ട് ജോർജ് കുട്ടിക്ക് അറിയാം. ജോർജ് കുട്ടി അബദ്ധം ചാടാനായിട്ട് കാത്തിരിക്കുകയാണ് സിറ്റുവേഷൻ. അതേസമയം അബദ്ധം ചാടുന്നു. ആ അബദ്ധം ചാടുമ്പോൾ അതിനെ ടാക്കിൾ ചെയ്യണം. ഒന്നാമത്തെ കാര്യം, മോഹൻലാലിന്റെ മുഖത്ത് ഈ അബദ്ധം ചാടുമ്പോൾ ഉള്ളൊരു ഭയമുണ്ട്. രണ്ടാമത്തെ കാര്യം, പോലീസുകാർ നിരീക്ഷിക്കും എന്നുള്ളൊരു ജാഗ്രതയുണ്ട്. മൂന്നാമത്തെ കാര്യം, മോഹൻലാലിന് ഇത് ഓവർകം ചെയ്ത് വരാനുള്ളൊരു കള്ളം. അപ്പം ഇതൊരു സിറ്റുവേഷനാണ്. മോഹൻലാലിൻ്റെ ആ ഒരു അഭിനയം കണ്ട് ഞെട്ടിപ്പോയെന്നാണ് അവർ പറയുന്നത്, മനസ്സിലല്ലേ? പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ക്ലൈമാക്സിൽ മോഹൻലാൽ, എനിക്കിപ്പോഴും തോന്നിയ ഒരു കാര്യമാണ് ഷാം, ഈ ദൃശ്യത്തിൻ്റെ ക്ലൈമാക്സ് ഉണ്ടല്ലോ, ദൃശ്യത്തിൻ്റെ ക്ലൈമാക്സിൽ, ഫസ്റ്റിൻ്റെ ക്ലൈമാക്സിൽ ഈ ദൃശ്യത്തിൻ്റെ
നമ്മുടെ പ്രഭാകരും മറ്റേ അവരുടെ പേരെന്താ ഗീതാ പ്രഭാകരും കൂടെ മോഹൻലാലിനെ കാണാനായിട്ട് വരുന്നു. സ്വാഭാവികമായിട്ടും മോഹൻലാലിനെ അവിടെ കാണാനായിട്ട് വരുമ്പോൾ മോഹൻലാലിന്റെ മനസ്സിലൂടെ ഓടുന്ന ചിന്ത, അതായത് ജോർജ് കുട്ടിയുടെ മനസ്സിൽ ഓടുന്നത് ഇവർ വരുന്നത് ഒരു കുമ്പസരിക്കാനാണ്, എൻ്റെ മോനെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തരണം, എനിക്ക് അവനെ കണ്ടിട്ട് അമേരിക്കയിലേക്ക് പോകാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ്, കാരണം ഇവർ തകർന്നിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും ജോർജ് കുട്ടിയുടെ മനസ്സിൽ ഇവരെന്നെ കൊടുക്കാനാണോ വരുന്നത് എന്നുള്ള ചിന്തയാണ്, ഒന്നും വിട്ടു പറയുന്നില്ല. എന്നോട് ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ പോലും മോഹൻലാലിന്റെ മുഖത്തൊരു ജാഗ്രതയുണ്ട് ഇല്ലേ, എന്തെങ്കിലും ഉണ്ടാകുമോ, ഒന്ന് കരയാൻ പോലും പാടില്ല, കാരണം കരഞ്ഞു കഴിഞ്ഞാൽ തീർന്നു, മനസ്സിലായി, കരയാൻ പോലും പാടില്ല. അതേസമയം തമിഴിൽ കമലഹാസന്റെ മുമ്പിലായിട്ട് അത് എത്തിയപ്പോൾ കരഞ്ഞു മെഴുകി നാറ്റിച്ചു. മറ്റേ ഈ ഉദയനാട് തലത്തിൽ മോഹൻലാൽ പറയുമ്പോൾ എടാ പീഡിപ്പിക്കപ്പെട്ട പെങ്ങളുടെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയുന്നതാണ് ആക്ടിങ് എന്ന് പറയുന്നത് പോലെ അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഒരുപാട് സംസാരിക്കുന്നു. എന്തായാലും നമുക്ക് കാര്യത്തിലോട്ട് വരാം. എന്താണ് ആ സിനിമയുടെ വിശേഷങ്ങൾ? മഹേഷ് നാരായണൻ പൊളിക്കും. മഹേഷ് നാരായണനെ പ്രതീക്ഷിക്കാം. നല്ല ഡയറക്ടറാണ്, എഡിറ്ററാണ്, ഛായാഗ്രഹകനാണ്, എഴുത്തുകാരനാണ്, അങ്ങനെ എല്ലാ മേഖലയിലും, സിനിമയിലെ എല്ലാ മേഖലയിലും കൈതൊട്ട ഒരു കലാകാരനാണ് മഹേഷ് നാരായണൻ. മഹേഷ് നാരായണനാണ് സിനിമ ചെയ്തത്. മോഹൻലാലും മമ്മൂട്ടിയും 16 വർഷങ്ങൾക്ക് ശേഷം, നീണ്ട 16 വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിക്കുന്നു. 2008 2020 ജോഷി സംവിധാനം ചെയ്ത 2020 ആയിരുന്നു ഇവർ തമ്മിൽ തുല്യ പ്രാധാന്യത്തോടു കൂടി വന്ന ഒരു സിനിമ. പിന്നീട് ഒരു സിനിമയിൽ കൂടി അവർ വന്നു, പക്ഷേ അതിൽ മോഹൻലാൽ ഗസ്റ്റ് ആയിരുന്നു. കടൽ കടന്നൊരു മാത്തുക്കുട്ടി. അത് 10-11 വർഷമായല്ലോ. അതിനുശേഷം ഇപ്പോഴാണ് അവർക്ക് ഇവരെ രണ്ടുപേരെ ഒന്നിച്ചുകൊണ്ടുള്ള ഒരു സിനിമ. ലണ്ടൻ, ശ്രീലങ്ക, ഹൈദരാബാദ് ഒക്കെയാണ് ഇതിന്റെ ലൊക്കേഷൻ. ബിഗ് ബഡ്ജറ്റാണ്, 80 കോടി. തുല്യ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളെ ഇപ്പൊ രണ്ടുപേരെയും കൂടെ ഒരു സ്ക്രീനിൽ കാണുക എന്നുള്ളത് മലയാളികളുടെ ഏറ്റവും വലിയ. ഇത്രയൊക്കെ ഹൈപ്പ് കൊടുത്തിറക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ പറയുന്നത് മോഹൻലാലും മമ്മൂട്ടിയും കൂടെ ഒരു സത്യനന്ദിക്കാട് സിനിമയിൽ വന്നാലും മലയാളികളിൽ നിന്ന് കാണും. എനിക്ക് അതാണ് കൂടുതൽ താല്പര്യം. ഈ ബിഗ് ബഡ്ജറ്റ് എന്നൊക്കെ പറഞ്ഞ പണ്ട് മോഹൻലാലിന്റെ ഒരു കാസനോവ എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങി, അറിയാം, 8 നില പൊട്ടിപ്പോയി, റോഷൻ ആൻഡ്രൂസിന്റെ. അത് ഇത്രയും ഹൈപ്പ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അമേരിക്ക, ഓസ്ട്രേലിയ എന്നൊക്കെ പറയുമ്പോൾ നാട്ടുകാർ ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തും. അവസാനം അവിടെ ചെന്നിരുന്ന് കാണുമ്പോൾ മഹേഷ് നാരായണന്റെ ടിപ്പിക്കൽ പ്രകൃതി പടമാണെങ്കിൽ ആ പ്രതീക്ഷ മീറ്റ് ചെയ്യാത്തതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ പ്രതീക്ഷയാണ് ഈ സിനിമയെ തകർക്കുന്നത്. സോ പ്ലീസ് അതിനോട് നമ്മൾ പോവല്ലോ പ്ലീസ്. ഈ ലണ്ടൻ, അമേരിക്ക, ഓസ്ട്രേലിയ നമുക്ക് വിടാം. നമുക്കിവിടെ വണ്ടുത്തി പാലത്തിന്റെ അടിയിലായിരുന്നാലും മോഹൻലാലും മമ്മൂട്ടിയും ചൂണ്ടയിടാൻ വന്നില്ല, നമ്മൾ പോയി കാണും. അത്രയ്ക്കും ഹൈപ്പ് വേണ്ട പടത്തിന്. ദൃശ്യം വന്നത് എങ്ങനെയാണെന്നറിയാമോ? ദൃശ്യത്തിന്റെ കൂടെ അന്ന് ഇറങ്ങിയ പടം ഏത് പടമായിരുന്നു? ചെന്നൈ എക്സ്പ്രസ് ആണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല കൃത്യമായിട്ട്. ഞാൻ ഗ്ലാസ് കട്ട് ചെയ്ത് കാണാൻ പോയ സിനിമയാണ്. അതിന് അപ്പുറത്തെ ഏതോ ഒരു നല്ലൊരു പടം ഓടുന്നു, വിജയുടെ ആണോ ഷാറൂഖ് ഖാന്റെ ആണോ എന്ന് പറയും, നല്ലൊരു പടം ഓടുന്നുണ്ട്. അതിന് ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ടാണ് ദൃശ്യത്തിന്റെ ഫസ്റ്റ് ഷോയ്ക്ക് ഞാൻ കയറുന്നത്. പിന്നെ വിട്ടില്ല. പിന്നെ എല്ലാ ഷോയ്ക്കും കയറി പറയുന്നത് നമ്മൾ വിളിച്ച് പറയും അത് പശുവാണെന്ന് പറയും. തളക്കി വിളിയുടെ ബഹളമായിരുന്നു. ക്ലൈമാക്സ് എത്തുമ്പോ പറയാം അത് പശുവാണ്. ആൾക്കാരെ കഥ പറഞ്ഞു കൊടുക്കുക, ചുമ്മാ. ഇത് ഒരു സമയത്ത് ഇതുപോലെ വന്ന ഒരു ഈ ക്ലാസ്മേറ്റ്സ് ഒരു ഹൈപ്പില്ലാതെ വന്ന പടമാണ്. ക്ലാസ്മേറ്റ്സിന്റെ കൂടെ വന്ന പടം ഏതാണെന്നറിയാമോ? ഡോൺ, ദിലീപിന്റെ ഡോൺ. ഭയങ്കര ഹൈപ്പിലാവുന്ന പടം, ഭയങ്കര ഹൈപ്പിലാവുന്നത്. ക്ലാസ്മേറ്റ്സിന്റെ കൂടെ ആയിരുന്നു റിലീസ്. എല്ലാവരും കൂടി ഈ ഡോണിന് ടിക്കറ്റ് കിട്ടാത്തവരാണ് ഈ ക്ലാസ്മേറ്റ്സിന്റെ ഇവരെല്ലാവരും കൂടെ ഒന്ന് ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ ചാടുന്ന ഒരു അതാണ് അതിന്റെ വാൾ പോസ്റ്റർ. അപ്പോൾ അതിൽ ഇന്ദ്രയത്തിന്റെ വയറ് കണ്ടപ്പോൾ തന്നെ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, ഇവനൊക്കെ കോളേജ് കുമാരനായിട്ടോ, നീ പോയവിടുന്ന് നമുക്ക് ഡോൺ കാണാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചുമ്മാ നമുക്കൊന്ന് കണ്ടെങ്കിൽ റെക്കോർഡ് ഞങ്ങൾ റിലീസിനെ കയറിക്കണ്ട്. റിലീസിന് ഞാൻ അവനെ കൊണ്ട് കയറി കണ്ടിട്ട് പിന്നെ ഞാൻ രാവിലെ ഞങ്ങൾ പടം കയറി കണ്ടു. തരംഗമായിരുന്നു. ഉച്ച കഴിഞ്ഞിട്ട് ഈ നിർബന്ധിച്ചുകൊണ്ട് എന്നിട്ട് ഞാൻ പറഞ്ഞ പടം ഭയങ്കര രസമുണ്ടല്ലോ, അടിപൊളിയായിട്ടുണ്ടല്ലോ അതൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചത്. ഞങ്ങൾ ഇനിയൊന്നും അനങ്ങുന്നില്ല, ഇതൊന്നും അനങ്ങാതെ ഇരിക്കുക. ഞാൻ പറഞ്ഞു ഡോൺ കാണണമെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ നാളെ വീണ്ടും പോയി കാണാം, ക്ലാസ് കട്ട് ചെയ്യാം. ക്ലാസ് കട്ട് ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നാളെ ഒന്നുകൂടെ കട്ട് ചെയ്യടാന്ന് പറഞ്ഞു. ശരി എന്തെങ്കിലും ആവട്ടെന്ന് പറഞ്ഞു. നീ പോകാന്ന് പറഞ്ഞു. ഒരു വീട്ടിൽ പോയി 2-2:30 ഞാൻ വിളിച്ചപ്പോൾ ഞാൻ സിനിമ കണ്ടോണ്ടിരിക്കുക, ഞാൻ വീട്ടുകാരെ കൊണ്ടുവന്നത്. രണ്ടാമതേതാ പോയവനാ, വീട്ടിൽ പോയ വീണ്ടും വന്നേക്കുന്നത് പടം കാണാൻ. അത് ഭയങ്കര മൗത്ത് പബ്ലിസിറ്റി ഭയങ്കരമായി. വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ തിയേറ്ററിലൊന്നും അടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. അതായത് ഈ പബ്ലിസിറ്റി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് വർക്കൗട്ട് ആയത് ക്ലാസ്മേറ്റ്സിലാണ്. ആളുകൾ ഇറങ്ങി ആ പാട്ടങ്ങോട്ട് പിന്നെ അങ്ങോട്ട് ആ പാട്ട് തരംഗമല്ലായിരുന്നു. അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇതും വലിയ പ്രതീക്ഷയിലാണ് ഇത് കൊണ്ടുവരുന്നത്. ഇത് കൊണ്ടുവന്ന ആദ്യം ഇടുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആന്റണി പെരുമ്പാവൂർ കുറച്ച് ദിവസം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു മമ്മൂട്ടി കമ്പനിയും ആശീർവാദ് സിനിമാസും ഒന്നിക്കാൻ പോകുന്നു പറഞ്ഞു. അപ്പോഴേ ആൾക്കാർക്ക് പിടികിട്ടി തുടങ്ങി മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ സിനിമ വരാൻ പോകുന്നു എന്നുള്ളത്. പിന്നീട് ചെറിയ ചെറിയ ഹിന്റുകൾ ഇട്ടു കാണും. പോലീസായിട്ടോ വക്കീലായിട്ടോ എവിടെയാണെങ്കിലും തൂണ് പോലെ വന്ന് നിന്നോളൂ. ഗുമസ്തനായിട്ടോ ഇപ്പൊ അഭിനയിക്കാനൊക്കെ പഠിച്ചു.
പണ്ടൊക്കെ ഞാൻ ഒരു കാര്യം പറയട്ടെ, തേന്മാവിൻ കുമ്പത്ത് മുതലേ കാണാൻ തുടങ്ങിയ ഇയാളെ സിനിമയിൽ. തേന്മാവിൻ കുമ്പത്തില് നമ്മുടെ ടാസ്ക് വിളിയിടാ എന്ന് പറയുന്ന ഒരു സീനില്ലേ, അത് ഇയാളോടാ പറയുന്നത്, നമ്മുടെ ആന്റണി പെരുമ്പാവൂർ, കുതിരയോട്ടം പപ്പു. ഇയാളോടാ പറയുന്നത്, ഇയാളവിടെ സംസാരിക്കുന്നത്. അതിന് മുമ്പ് ഏതൊക്കെ മോഹൻലാലിന്റെ പഴയ സിനിമകൾ ഇയാളെ ഞാൻ കണ്ടിട്ടുണ്ട്. അന്നുപോലെ തുടങ്ങിയതാ. ഇന്നും ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്ത് പടർന്ന് പന്തലിച്ചു. മറ്റേ മേലെപ്പറമ്പിൽ ആൺവീട് എന്ന് പറഞ്ഞ സിനിമയില് ജഗതി പറയുന്ന ഒരു സീനുണ്ട് പറവൂർ ഭരതനെ കുറിച്ച്. പറവൂർ ഭരതൻ ഇയാളുടെ കയ്യാളാ, ആരുടെ, നരേന്ദ്ര പ്രസാദിന്റെ. ആ കൊല്ലം 30 ആ പാവം എന്റെ കൂടെ ഉണ്ടടാ എന്ന് പറയുമ്പോ ജഗതി പറയും, ആ 30 കൊല്ലം കൊണ്ട് ആ പാവം വീട് 3 വെച്ച് അതറിഞ്ഞു. ഇദ്ദേഹത്തെ പറയുന്നത് തന്നെ മുതലാളിയെ കൊണ്ട് പണിയെടുപ്പിച്ച് ജീവിക്കുന്ന ലോകത്തിലെ മുതലാളിയെ കൊണ്ട് പണിയെടുപ്പിച്ച് ജീവിക്കുന്ന ലോകത്തിലെ ഒരു തൊഴിലാളി അത് ആന്റണി പെരുമ്പാവൂർ മാത്രമാണ്. അതൊരു ഭാഗ്യം വേണം, ഒരു ഭാഗ്യം ചെയ്ത് ജന്മോ. സത്യം, മോഹൻലാലിനെ കൊണ്ട് പണിയെടുപ്പിച്ച് അയാൾ ജീവിക്കുന്നു. അതെ, ആശീർവാദ് സിനിമാസ് എല്ലാം ആന്റണി പെരുമ്പാവൂരില്ല, നിർമ്മാണം ആരാ? ആന്റണി പെരുമ്പാവൂർ. ആന്റണി പെരുമ്പാവൂർ തന്നെയാണ്. ആന്റണി പെരുമ്പാവൂർ സത്യം പറഞ്ഞാൽ വടവൃക്ഷമാണ് ഇപ്പൊ എല്ലാത്തിലെയും. ഇതെന്തായാലും വലിയ പ്രതീക്ഷയിലാണ് ഈ പടം. കുറെ ദിവസമായിട്ട് ഈ ആന്റണി പെരുമ്പാവൂർ പറയുന്നുണ്ട് മൊഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും പടം വരുന്നുണ്ട്, അല്ല ഈ പിന്നെ മമ്മൂട്ടി കമ്പനിയും ആശീർവാദ് സിനിമാസ് ഒന്നിക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആൾക്കാർക്ക് ഇത് മനസ്സിലായി തുടങ്ങി. പിന്നെ ഈ ഇന്ത്യയിൽ ഇങ്ങനെ കൂടുതൽ വന്നു തുടങ്ങി. ഇത് പിന്നെ ഇത്രയും വലിയ ഹൈപ്പൊക്കെ കൊടുത്ത് മേലോട്ട് കൊണ്ടുപോയിട്ട് ഹൈപ്പാണ് എല്ലാ സിനിമയ്ക്കും പ്രശ്നം. ഹൈപ്പ് കൊടുക്കാൻ പാടില്ല, തറയിലോട്ട് എടുത്ത് ഇടുവോന്നാ പേര്. ഹൈപ്പ് ഒരിക്കലും കൊടുക്കാൻ പാടില്ല. ഹൈപ്പ് കൊടുത്താൽ ഉറപ്പായിട്ടും, കാരണം ഈ മോഹൻലാലും മമ്മൂട്ടി ശ്രീലങ്ക, ലണ്ടൻ, അമേരിക്ക, ഉഗാണ്ട, പാളയം എന്നൊക്കെ കേൾക്കുമ്പോ ഉണ്ടല്ലോ, നാട്ടുകാര് എവിടെ പോവും? ഇത് അമേരിക്കയും പാളയം തമ്മിൽ നാട്ടുകാർ ഇത് എവിടെ കൊണ്ടുവയ്ക്കുമെന്ന് അറിയാമോ? നാട്ടുകാർ ഇതൊരു എന്താണ്, ഒരു എന്താ പറയാ, ഇപ്പൊ കബാലിയൊക്കെ ഇറങ്ങിയപ്പോൾ ഒരു ഹൈപ്പ് അറിയാമല്ലോ. ആ പടം ഇറങ്ങിയിട്ട് എന്തായി അവസാനം? ആ ഹൈപ്പ് മീറ്റ് ചെയ്യാൻ അതിന് പറ്റിയില്ലല്ലോ. അതേസമയം ഇപ്പൊ ഒരു പടം വേട്ടയൻ എന്ന് പറഞ്ഞു, ഒരു ഹൈപ്പും ഇല്ല. അത് മീറ്റ്, അതാണ് ഒരു പ്രേക്ഷകന്റെ ഒരു സൈക്കോളജി എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു പടം ഇറങ്ങി കിഷ്കിന്താകാണ്ടോ എന്ന് പറഞ്ഞിട്ട്, ഞാൻ എന്റെ റിവ്യൂ പറഞ്ഞിരുന്നു. ആ റിവ്യൂ പറഞ്ഞ ശേഷം ഒരുപാട് പേര് എന്നെ തെറി പറഞ്ഞു. പടം അവിടെ നല്ല പടം, അതിൽ ഒരാളും ഞാനാണ്. പക്ഷെ അതിൽ നിന്റെ ഒരു ബ്രില്യൻസും അത് ഭീകരമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ കുട്ടി ആ തോക്കെടുത്ത് ഇങ്ങനെ വെടിവെക്കുന്ന ഒരു സീനുണ്ടല്ലോ, അത് പൊങ്ങത്തില്ല എന്ന് പറഞ്ഞ, ആ തോക്ക് ഒരു കുട്ടിക്ക് പൊക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ, അത് സത്യമാണോ? അത് പോയിന്റ് ബ്ലാങ്ക് അല്ല, ഇത് കിട്ടത്തില്ലടാ. ഗണ്ണ് ഫയർ ചെയ്യുമ്പോൾ ഗൺ ഓട്ടോമാറ്റിക്കലി യമന്റെ ബ്ലണ്ടർ ആണ് കേട്ടോ അങ്ങനെയാണെങ്കിൽ. പക്ഷെ അത് എനിക്ക് ആ സമയം തോന്നിയില്ല. ആ ഗണ്ണെടുത്ത് ആ കുട്ടി വെടിവെക്കും, നല്ല വെയിറ്റ് ഉള്ള സാധനം, 1.5 കിലോ തോക്ക്. പോരാത്തതിന് ആ തോക്കിന്റെ സ്പെസിഫിക്കേഷൻസും അത് ഇന്ന തോക്കാണ്, ഇന്ന സ്ഥലത്ത് നിന്ന് വന്നാണ് എല്ലാം അതിനകത്ത് പറയുന്നുണ്ട്. എല്ലാം വിശദീകരിച്ച് 1.5 കിലോ വെയിറ്റ് പറയും. ആ കുട്ടിയുടെ ആ പ്രായവും അത് വെച്ചിട്ട് ആ കുട്ടിക്ക് തോക്കെടുത്ത് പൊക്കാനായിട്ട് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞപ്പോഴേ ഞാൻ പോയി നെറ്റി തപ്പി എത്ര വെയിറ്റ് ഉണ്ടെന്ന്. അത് മാത്രമേ ഇത് ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പിടിച്ച് ഫയർ ചെയ്തിട്ടുണ്ടോ? ഫയർ ഇങ്ങനെ ഒരു പിടുത്തം വരും ഇതിനകത്ത്. ഞാൻ പറയട്ടെ, ഈ കൊച്ചു കളിത്തോക്ക് തന്നെ നമുക്ക് ഈ ഇരുമ്പിന്റെ ആണെങ്കിൽ എടുത്ത് പൊക്കാനായിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. 5ാം ക്ലാസ്സിലും കുഞ്ഞുനാളിൽ പഠിക്കുമ്പോൾ അച്ഛൻ മറ്റേ തോക്ക് വാങ്ങിച്ചോണ്ട് വെച്ചു ഈ ദീപാവലി. അതിനകത്ത് വേറൊരു ഇരുമ്പിന്റെ ആണെങ്കിലേ പൊക്കാൻ നമുക്ക് കാഞ്ചി വലിക്കാനും ബുദ്ധിമുട്ടാണ്. അതിനകത്ത് വേറൊരു ബ്രില്യൻസ്, അത് ചിലപ്പോൾ അയാളുടെ ബ്രില്യൻസ് ആയിരിക്കും. അത് എനിക്ക് തോന്നിയൊരു സാധനമാണ്. ആ കുട്ടി വെടിവെക്കുന്നത് ആരെങ്കിലും കാണിച്ചു സിനിമയിൽ? ഇല്ലല്ലോ, കാണിച്ചില്ല. വിജയരാഘവന് ഓർമ്മയില്ല. വിജയരാഘവന് ഓർമ്മയില്ല എന്ന് പലതവണ കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പേപ്പർ കത്തിച്ച്. വേറൊരു കാര്യം ശ്യാമു പറഞ്ഞല്ലോ അതിനകത്ത് പേപ്പർ കത്തിക്കുന്നു എന്ന് പറയുന്നു. പിന്നീട് ആ പേപ്പർ ഇവിടെ ഒരു കോപ്പി അല്ലല്ലോ പേപ്പറിന്റെ ഉള്ളത്. വിജയരാഘവന് ഓർമ്മയില്ല, ഇയാൾ കത്തിച്ചു, പിന്നീട് അയാൾ ആ പേപ്പർ തപ്പി പോവുകയാണ്. എവിടെന്നെങ്കിലും ഒക്കെ അയാൾക്ക് കിട്ടുമല്ലോ അതേ പേപ്പറിന്റെ സെയിം. അല്ല, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള പേപ്പറല്ല. അതെ, എങ്കിലും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള പേപ്പറാണ് അത്. ആ പഴക്കം കാണുമ്പോൾ അറിയാം. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരുപാട് പത്രങ്ങൾ. സെക്കൻഡ് പാർട്ട് ഇറങ്ങാവുന്ന ഒരു സിനിമ ആ സിനിമയ്ക്കും പറ്റിപ്പോയി ഇതാണ് ഹൈപ്പ്. ഞാൻ ആ സിനിമയെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത് ദൃശ്യത്തിന്റെ ലെവലിൽ നിൽക്കുന്ന പടം എന്നാണ്. ദൃശ്യത്തിന്റെ ലെവലിലൊന്നുമില്ല. എന്റെ ഒരു ഫ്രണ്ട് കാണാൻ പോയി. അവന് പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇന്റർവെൽ ആയപ്പോൾ പറഞ്ഞു, ഞാൻ പൊരി മേടിച്ച് തിന്ന് തീർത്തിട്ട് ഞാൻ ഇറങ്ങി വരാം, നീ എവിടേക്കാണെന്ന് ചോദിച്ചു. അതങ്ങനെയാണ് പറയാൻ. പക്ഷെ ദൃശ്യവും അതുപോലെ ആയിരുന്നല്ലോ. ദൃശ്യം നമ്മൾ ഇന്റർവെല്ലിൽ വരെ ഇന്ന് കണ്ടപ്പോൾ എന്തോ ഒന്നുമില്ല. പക്ഷെ ഇന്റർവെല്ലിലൂടെ അടുത്തപ്പോഴല്ലേ നമുക്ക് മനസ്സിലായത് ഇതാണ് സംഭവം. വരുണിനെ അടിച്ചു പോകുന്ന കെട്ടിത്തൂക്കി ഏതോ ഒരു മനുഷ്യൻ ഇട്ട് കൊടുത്തേ പിന്നെ കിഷ്കിന്താണ്ടം. അത് സെക്കൻഡ് പാർട്ടിന് ശേഷം രജനീകാന്ത് വരുമെന്ന്. ആളുകളെ പറ്റിക്കുന്ന എനിക്കൊരു മര്യാദ ഉണ്ട്. ശരി, എന്തായാലും ശരി. മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ നന്നായിരിക്കട്ടെ, നന്നായി വാ. ശരി. അപ്പൊ